ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ 2 രാജ്യത്തിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ബഹ്റിനിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഈ ബഹ്റിനിൽ ഫസ്റ്റ് ഞാൻ ധാരാളം അറബിക് ഡ്രസ്സസാണ് കണ്ടത്. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. ധാരാളം പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. നല്ല അരോമാറ്റിക് സ്മെല്ലുള്ള പെർഫ്യൂംസ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഷോപ്സിൽ കൂടുതലും നമ്മുടെ ഡ്രസ്സ് ഷോപ്പ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അബയാസ്, ധാരാളം അബയ ഉണ്ടായിരുന്നു. കണ്ട് ഇതെല്ലാം നമ്മുടെ അറബിക് ഡ്രസ്സാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ വന്നിട്ട് ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് കണ്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് നമുക്ക് പോമഗ്രാനൈറ്റ് ജ്യൂസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലൂബെറിയുടെ സിറപ്പ് അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ എങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്, അറബിക് ഡ്രസ്സിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഷോൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ത്രെഡ് വർക്കൊക്കെ ചെയ്ത വെറൈറ്റി ഷോൾസ് ആയിരുന്നു കേട്ടോ. ധാരാളം കളറിലുണ്ടായിരുന്നു. എല്ലാ പവനിലും ഇങ്ങനെ ഓരോ സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഓരോ ടൈമിങ് അവർ പറയുന്നുണ്ട്. ആ സമയത്ത് പാട്ടും ഡാൻസും അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള 2-3 ഷോപ്സ് ഉണ്ടായിരുന്നു ബഹ്റിൻ പവലിയനിൽ. പിന്നെ നമ്മുടെ പിക്കിൾസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒലീവിൻ്റേതും അതുപോലെ തന്നെ കുക്കുംബർ, ക്യാരറ്റ്, റാഡിഷ്, ഇതിൻ്റെ എല്ലാം പിക്കിൾസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ട ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കാർപ്പറ്റിൻ്റെ ഷോപ്പായിരുന്നു. ചെറുതും വലുതുമായിട്ട് ധാരാളം കാർപ്പറ്റ്സ് ഉണ്ടായിരുന്നു. അതിലെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഡിസൈൻസ് ആയിരുന്നു അതിനകത്തെല്ലാം ഉണ്ടായിരുന്നത്. അടുത്ത ഷോപ്പെന്ന് പറയുന്നത് മെൻസ് സാൻഡിൽസിൻ്റെ ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ പല കളറിലുള്ള സാൻഡിൽസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഇനി നമ്മുടെ സോപ്പുകളുടെ ഒരു കളക്ഷനാണ്. അതായത് റോസ്മേരി സോപ്പ്, റെഡ് റോസ് സോപ്പ്, സിസമി സോപ്പ്, ആൽമണ്ട് സോപ്പ്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സോപ്സ് ആ ഷോപ്പിലുണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഓർണമെൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബഹ്റിൻ പവലിയനിലെ വിശേഷങ്ങൾ. ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈജിപ്റ്റ് പവലിയനിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈജിപ്റ്റ് പവലിയൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ ഈജിപ്റ്റ് പവലിയൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഷോക്കേസ് പീസുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. കാരണം എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇവർ ഓരോ ആർട്ട് വർക്ക് ആയിക്കോട്ടെ, പെയിൻറ്റിങ്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ വേസിലാണെങ്കിലും പ്ലേറ്റിലാണെങ്കിലും കപ്പ് സോസറിലാണെങ്കിലും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ആ ആർട്ട് വർക്ക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിരമിഡ് അങ്ങനെ. അപ്പം മറ്റ് 2 പവലിയനെ അപേക്ഷിച്ച് ഇവിടെ ആയിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കാണാനുണ്ടായിരുന്നത് ഈജിപ്റ്റ് പവലിയനിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ഷോക്കേസ് പീസിൻ്റെ ഷോപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷോക്കേസ് പീസ് എല്ലാം. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അവിടുന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ലായിരുന്നു.
അപ്പോൾ ഈജിപ്റ്റ് പവലിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.